ഓക്കെ. കേൾക്കാം. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പ്രിയ ഫേബാൻഡി, നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായല്ലോ സിസ്റ്റർ റീന. അതുപോലെ ഒരു പ്രാർത്ഥനയിലൂടെ തന്നെ കർത്താവിന്റെ വചനം ഭയങ്കരമായിട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സിസ്റ്റർ സിമി. അതുപോലെ മറ്റെവിടെയായിരിക്കുന്ന എല്ലാ ദൈവദാസിമാരെയും യേശു കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഫേബാൻഡിയെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ഇപ്പം കാണുന്നത്. സൂസൻ ആൻറ്റിയെ എനിക്കറിയാം, 2 പ്രാവശ്യം അവരുടെ മീറ്റിങ്ങിൽ എനിക്ക് ദൈവവചനം പറയാനിടയായി. അല്ലാതെ നേരിട്ട് കാണുവാൻ ഒരിടത്ത് ഞാൻ പ്രസംഗിച്ചെടുത്ത് സൂസൻ ആൻറ്റി വന്നു, അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുവാൻ ഇടയായത്. അതിലൂടെയാണെന്ന് തോന്നുന്നു ഫേബാൻഡിക്ക് എൻ്റെ നമ്പർ കിട്ടിയത്. സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നല്ലോ. ആൻറ്റി പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ കോളേജിന്റെ ടൈമിംഗ് ആയതുകൊണ്ട് 8:30 ഞാൻ സ്റ്റാഫ് പ്രെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേച്ച് ഓടി വന്ന് കയറുമായിരുന്നു. ഐ ആം സോ സോറി. 8 മണിക്ക് ഞാൻ കയറേണ്ടതാണ്, പക്ഷേ എനിക്കതിന് സാധ്യമായില്ല, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഫസ്റ്റ് പീരീഡ് ഇപ്പം 2 പീരീഡ്സ് മിസ്സാക്കിയിട്ടാണ്. ഇനി 10 o'clock ഞങ്ങൾക്ക് ചാപ്പലുണ്ട്, അതിന് എനിക്ക് കയറിയേ പറ്റൂ. അതുകൊണ്ട് 10 മണി ഞാൻ ഒരു 5 മിനിറ്റ് ഉള്ളപ്പോഴത്തേനും ഞാൻ നിർത്തിയിട്ട് പോകും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയായതുകൊണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ, അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ആൻറ്റി പറഞ്ഞു ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണമെന്ന്. ആൻറ്റി എന്നെക്കുറിച്ച് പറഞ്ഞു. അതിനേക്കാളും കൂടുതലൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഒരു സെക്യുലർ അധ്യാപികയായിരുന്നു. ഞാൻ +2 ടീച്ചറായിരുന്നു, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അങ്ങനെ സെക്യുലർ ഇതിൽ 21 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ തുടങ്ങിയ വാദ്യാര് പണിയാണ്. സ്തോത്രം. അതിൽ നിന്നും, ആ സ്ട്രീമിൽ നിന്നും ദൈവം ഇപ്പം തിയോളജിക്കൽ സ്ട്രീമിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അതിൻ്റെ വിദ്യാഭ്യാസം ദൈവം തന്നു. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ് +2 പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്കൂളിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ്, അതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം ഞാൻ ഗർഭത്തിൽ ഉരുവായത് മുതൽ കർത്താവിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്കുള്ളവളാണെന്ന് പലരാലും പറഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അഭിലാഷമായിരുന്നു എനിക്കൊരു അധ്യാപികയാകണം എന്നുള്ളത്. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കർത്താവ് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു. ഏത് പ്രായക്കാരായ പിള്ളേരെയും പഠിപ്പിക്കാനുള്ള അവസരം തന്നു. എന്നിട്ടും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പം കർത്താവ് എന്നെ ഒന്ന് ചെറുതായിട്ട് പിടിച്ചു. ചില വേദനയുടെ അനുഭവത്തിലൂടെ കടത്തിവിട്ടു. അവിടെ ഞാൻ പൂർണ്ണമായും ദൈവസന്നിധി സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി തിരിയുകയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. അദ്ദേഹവും ഈ തീരുമാനത്തോട് യോജിച്ച് ഞങ്ങൾ ആ കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ചെയ്ത്, ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഇത് 15ാമത്തെ അക്കാഡമിക് ഇയർ ആണ്. ഇവിടെ പാലാരിവട്ടത്തുള്ള ബൈബിൾ കോളേജിന്റെ ചുമതലകൾ ചെയ്യുന്നു, കോളേജ് റൺ ചെയ്യുന്നു. ഇതിൻ്റെ ഡയറക്ടർ അമേരിക്കയിലാണ്. ഞങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷമായി എവിടെയെല്ലാം കർത്താവ് അയക്കുന്നോ അവിടെയെല്ലാം പോയി കർത്താവിൻ്റെ വചനം പറയുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതം. ദൈവം ഞങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മോന് കാനഡയിൽ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. 2ാമത്തെ മോന് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ പ്രത്യേകമായി ലോകപരമായ ഒത്തിരി ഉയർച്ചകളോ പ്രശസ്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നോ അങ്ങനെയൊന്നും ഒരാഗ്രഹവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാനും. കർത്താവ് എനിക്ക് ദാനമായി തന്നിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡും. അത് ഒരു ഭയങ്കര നല്ലൊരു കോംബോയാണ്. സ്തോത്രം. അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, വളരെ ലളിതമായി ജീവിക്കണം. എവിടെയൊക്കെ കർത്താവ് വായിക്കുന്നു, എന്തൊക്കെ കർത്താവ് പറയുന്നു അത് ചെയ്യുക, അത് മാത്രം. അല്ലാതെ എനിക്ക് വേറൊരാളുടെ അഡ്രസ്സിൽ അറിയപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ബ്രദർ അമേരിക്ക, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപക്ഷെ അറിയാമായിരിക്കും, ഡോക്ടർ സാബു ഒഗീസ് എൻ്റെ 2ാമത്തെ ബ്രദറാണ്. ഇപ്പം ന്യൂയോർക്കിൽ, നേരത്തെ ഹൂസ്റ്റണിലെ പാസ്റ്റർ ആയിരുന്നു, IPCയിലെ പാസ്റ്റർ ആയിരുന്നു. എൻ്റെ അമ്മാച്ചന്മാരെല്ലാം കർത്താവിൻ്റെ വേല ചെയ്യുന്നു. AGയിലെ പാസ്റ്റർ KJ മാത്യു മുതൽ എല്ലാവരും ഉണ്ട്. പക്ഷേ
ഞാൻ ഒരിക്കലും എന്നെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കർത്താവിന്റെ ദാസി അത്രമാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് കർത്താവിന്റെ പൈതൽ അല്ലെ കർത്താവിന്റെ ദാസി വചനം പറയാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അതിനേക്കാൾ വലിയൊരു അഡ്രസ്സ് നമുക്ക് വേണ്ടല്ലോ. അത് ഏറ്റവും വലിയ പദവിയല്ലേ. ആമേൻ. നമുക്ക് ഒത്തിരി കഴിവുണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ വിദ്യാഭ്യാസം കണ്ടതുകൊണ്ട് കർത്താവ് എടുത്തൊന്നുമല്ല. കർത്താവിന്റെ കരുണയാ, കർത്താവിന്റെ വിശ്വസ്തതയാ, നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം. അപ്പം ഒത്തിരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ആകെ എഴുതിയ ഒരു PSC ടെസ്റ്റ് ഉണ്ടായിരുന്നു MA BEd കഴിഞ്ഞതിന് ശേഷം. അത് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി ദൈവസേനയെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അതൊരു പരീക്ഷണമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേര് അതിനകത്തുണ്ട്. വലിയ പ്രിപ്പയർഡ് ആയിട്ട് പോയി എഴുതിയതൊന്നും അല്ലായിരുന്നു. പക്ഷെങ്കിൽ ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടി. ഒത്തിരി പേര് എൻ്റെ ചുറ്റിലുള്ളവർ പറഞ്ഞു. അന്നേരം ഞങ്ങൾ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. വലിയ വരുമാന മാർഗം ഒന്നുമില്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ സ്പോൺസേഴ്സ് ആരുമില്ല. കർത്താവിന്റെ മുഖത്ത് മാത്രം നോക്കി കർത്താവിന്റെ വേല ചെയ്യുമെന്ന് തീരുമാനമെടുത്ത അന്ന് തന്നെ എൻ്റെ ദൈവത്തോട്, അന്നും അതെ ഇപ്പോഴും അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ പുറകെ ഞാൻ ഇറങ്ങി തിരിച്ചത്. എൻ്റെ പപ്പായോട് പോലും എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ഒരു കാര്യം ചോദിക്കത്തില്ല. ഒരു പൈസ ഒരു മനുഷ്യനോട് ഞാൻ ചോദിക്കത്തില്ല. കർത്താവ് എന്നെ നടത്തിക്കോണം. അങ്ങയുടെ പുറകെ ഞാൻ ഇറങ്ങി വന്നേക്കുക. എനിക്കുള്ള എല്ലാം ഇട്ട് കളഞ്ഞു, എല്ലാ കാര്യങ്ങളും ഇട്ട് കളഞ്ഞു. അതിനേക്കാൾ ഏറ്റവും വലുതാ എൻ്റെ ദൈവത്തെ സേവിക്കുക എന്നുള്ളത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ എന്ന് പറയുന്നത് കർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ്. ആമേൻ. അത് ഞാൻ വിശ്വസിക്കുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരിക്കലും പശ്ചാത്താപം തോന്നിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നു. അവർ ചെറുതായിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ മോന് എന്നോട് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു പറഞ്ഞു, മമ്മ, ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മമ്മി എത്ര കാശ് ശമ്പളം മേടിക്കേണ്ടതായിരുന്നു, ഇപ്പൊ നോക്കിയേ കഷ്ടപ്പെടുന്ന കണ്ടോ. ഞാൻ പറഞ്ഞു, മക്കളെ, ഇതല്ല ഇവിടെയുള്ള കഷ്ടപ്പാടല്ല, നിത്യതയിൽ നമുക്ക് വലിയൊരു ധനമുണ്ട്. ആമേൻ. അതാണ് വലിയത്, അതാണ് നമ്മുടെ സമ്പത്ത്. ഇപ്പൊ അവന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം, അവൻ അഭിമാനിക്കുന്നുണ്ട്, അവന് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. എൻ്റെ പപ്പായും മമ്മി കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സമ്പത്ത് അവരുണ്ടാക്കി തന്നില്ലെങ്കിലും ഒരു വലിയ നിക്ഷേപം സ്വർഗത്തിൽ ഞങ്ങൾക്കായി ഉണ്ട്, കുടുംബത്തിനായി ഉണ്ടെന്നുള്ളത് അവരെ ബലപ്പെടുത്തുന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെങ്കിൽ ആ ഗവൺമെന്റ് ജോലിക്ക് എനിക്ക് വന്നതിന് ശേഷം എല്ലാവരും എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി. ഫേബാൻഡി എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി. അവൾ അഹങ്കാരിയാണ്, ഭയങ്കര അഹങ്കാരമല്ലേ കാണിക്കുന്നത്. ഗവൺമെന്റ് ജോലി, ഹൈസ്കൂൾ ടീച്ചറായിട്ട് ഗവൺമെന്റ് ജോലി കിട്ടിയ ആരേലും ജോലി വേണ്ടെന്ന് പറയുമോ? എത്ര മണ്ടത്തരം അവള് കാണിക്കും. നിങ്ങൾ പഠിക്കുന്ന ഈ 2 വർഷമേലും ആ ജോലി ചെയ്തിട്ട് പിന്നെ വോളണ്ടറി ആയിട്ട് ലീവ് എടുത്തോ എന്ന് വരെ എന്നോട് പറഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നേരം ഞാൻ കർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞവരോട് പറഞ്ഞു, ഞാൻ എടുത്ത തീരുമാനം ഒരു മനുഷ്യനോടുമല്ല ഞാൻ എടുത്തത്, ഞാൻ എൻ്റെ ദൈവത്തോടാണ് എടുത്തത്. കേരള ഗവൺമെന്റിന് എനിക്ക് പല പ്രിവിലേജസ് തരുവാൻ കഴിയും, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരിക്കും, ഒത്തിരി അക്കമുള്ള സാലറി കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ദൈവം ഞങ്ങളെ ഒരിക്കലും പട്ടിണി കിടത്തത്തില്ല. ഒരു കാര്യത്തിന് എൻ്റെ ദൈവം എന്നെ ഫെയിൽ ആക്കിയിട്ടില്ല. ഇന്നുവരെ ആഡംബരമായ ജീവിതത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആർഭാടത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വചനം പ്രസംഗിക്കുന്ന ഞാൻ ലളിതമായി ജീവിക്കണമെന്ന് പ്രസംഗിക്കുന്ന നമ്മൾ അങ്ങനെ ജീവിപ്പാൻ തയ്യാറാകണം. നമ്മുടെ പ്രസംഗവും നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമായി മാറുകയാണെന്നാണ്. വളരെ ലളിതമായി ജീവിക്കുന്നവരാ ഞങ്ങൾ. അല്ലാതെ ജീവിക്കാനുള്ള വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിന് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനം, ആ വചനം പ്രസംഗിച്ചു കഴിഞ്ഞ് പൗലോസ് പറയുന്നത് പോലെ നാം കൊള്ളരുതാത്തവരായി മാറുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അതാണ് ജീവിതത്തിന്റെ ആകെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാനിപ്പോ ഇത് പറഞ്ഞത് ഒരു വലിയ കാര്യം കർത്താവിന് വേണ്ടി ചെയ്തു, അങ്ങനെ ഒന്നുമല്ല. എൻ്റെ യേശുവും എൻ്റെ കർത്താവും ദൈവവും ദൈവവേലയെക്കാളും വലിയ ഒരു ഉയർന്ന പദവി ലോകത്തിലില്ല. അത് നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ സമയം അങ്ങ് പോകും. കർത്താവ് എന്നെ ഏൽപ്പിച്ച വചനം, നിങ്ങളെല്ലാവരും വചനം കേൾക്കുവാനായിട്ട് ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കർത്താവിനെ ഏൽപ്പിച്ച ഒരു മെസ്സേജ് നിങ്ങളോട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാനായി ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം എന്നുള്ളത് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായമാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം. പ്രത്യേകമായ ഒരു വചനം ഞാൻ അവിടെ നിന്ന് ഉദ്ധരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ദൈവവചനം, ആ അധ്യായം നിങ്ങൾ തനിയെ ഇരിക്കുമ്പോൾ ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്.
ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കർത്താവിന്റെ വേലയിൽ വളരെ വലിയ പങ്കുണ്ട്. ഒരിക്കലും ചിന്തിക്കരുത് നമ്മളെ കർത്താവ് വിളിച്ചിട്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊന്നും ചിന്തിക്കരുത്. കർത്താവ് സ്ത്രീകളെ വളരെ അത്ഭുതകരമായ നിലയിൽ കർത്താവിന്റെ വേലയ്ക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി എനിക്ക് എത്രയോ ഉദാഹരണങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നും ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് പറയുവാനായി കഴിയും. പുതിയ നിയമകാലത്തിന് മുമ്പേ ദൈവവചനം, ദൈവത്തിന്റെ വചനം അല്ലെ ന്യായപ്രമാണം വായിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, ഇവൻ പ്രാർത്ഥന ഉരുവിടുന്നതിൽ നിന്ന് പോലും സ്ത്രീകളെ വിലക്കിയിരുന്നു. ഒരു യഹൂദൻ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് 3 കാര്യങ്ങളാണ്. അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: കർത്താവേ, നീ എന്നെ ഒരു പുറംജാതിക്കാരനായി സൃഷ്ടിക്കാത്തതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നീ എന്നെ ഒരു അജ്ഞാനിയായി സൃഷ്ടിക്കാത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ അവൻ പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, നീ എന്നെ ഒരു സ്ത്രീയായി സൃഷ്ടിക്കാത്തതിന് ഞാൻ നന്ദി പറയുന്നു എന്നായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ അനാചാരങ്ങളും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമില്ലാതിരുന്ന കാലത്തും, എന്നാൽ പാലസ്തീൻ നാട്ടിൽ എൻ്റെ അരുമനാഥനായ യേശു കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സ്ത്രീകളെ നിഷേധാത്മകമായ ഒരു അനുഭവവും എൻ്റെ യേശുവിൽ നിന്നുണ്ടായിട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു, യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന ശിഷ്യന്മാരല്ലാതെ സ്ത്രീകളും ഉണ്ടായിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. റോമാലേഖനം 16-ാം അധ്യായം നാം വ്യക്തമായി വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒന്നിനു പുറകെ മറ്റൊന്നായി പറയുന്ന കൂട്ടുവേലക്കാരുടെ പേരുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, ഏറ്റവും പ്രൊജക്റ്റഡ് ആയി നിൽക്കുന്നത് കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരായ സ്ത്രീകളുടെ പേരാണ്. ത്രുഫൈനയും ത്രുഫോസയെ കുറിച്ച് പറയുന്നത് എന്താണ്? അവർ ക്രിസ്തുവിനു വേണ്ടി തങ്ങളുടെ വസ്തുവകളെ വെച്ചു കൊടുത്തവരെന്നാണ്. യുനീക്കയെ കുറിച്ച് പറയുന്നവ അവരിൽ ഉണ്ടായിരുന്ന നിർവ്യാജ വിശ്വാസം തൻ്റെ ചെറിയ മകനിലേക്ക് പകർന്നു കൊടുത്തവരെന്നാണ്. ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ഓരോ ദൈവീക പ്രവർത്തികളിലും ദൈവം സൃഷ്ടിച്ച സ്ത്രീയുടെ ഒരു പങ്കുണ്ടായിരുന്നു, ഒരു പങ്കുണ്ട്. ഇന്നത്തെ പുതിയ നിയമസഭയിലും എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഓരോ സഭയുടെയും പവർ ഹൗസുകളാണെന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥന ഏറ്റവും ഉയരുന്നത് ഭവനങ്ങളിൽ നിന്ന്, സഭകളിൽ നിന്നൊക്കെ ഉയരുന്നത് സ്ത്രീകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. പുരുഷന്മാർ പ്രാർത്ഥിക്കാത്തവരാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് നിങ്ങൾ ഒരു പവർ ഹൗസ് ആണ്. ഒരു ദേശത്തിനു വേണ്ടി കരയുന്ന, ഒരു ദേശത്തിനു വേണ്ടി കാവൽക്കാരായി നിർത്തിയിരിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും എന്റെ സ്വർഗത്തിലെ ദൈവം ഒരു വലിയ വില കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തയ്യാറാകണം. ഇവിടെ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ അതിനു മുമ്പായി അവിടെ ഒരു സ്ത്രീയെ കുറിച്ചുള്ള പരാമർശമാണ്. ഞാൻ രാഹാബ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ നെറ്റി ചുളിക്കുന്ന ഒരു അനുഭവം നമുക്ക് സാധാരണ ഉണ്ടാകാറുണ്ട്. കാരണം അവൾക്കുണ്ടായിരുന്ന ടൈറ്റിൽ അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ എനിക്കൊരു ദൈവത്തിന്റെ ദൂത് പറയാനുണ്ട്. പ്രിയരെ, നാം മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരുടെ പുറമേയുള്ള ജീവിതമോ പഴയകാല ജീവിതമോ കണ്ടുകൊണ്ടല്ല മാർക്കിടേണ്ടത്. ദൈവം നീതീകരിക്കുന്നവനെ നമുക്ക് വിധിക്കുവാൻ നാം ആരാണ്? ദൈവം ഒന്നുമല്ലാത്തതിനെ ഒന്നിനും കൊള്ളില്ല എന്ന് മുദ്ര കുത്തിയിട്ടുള്ളതിനെ കർത്താവിന് വലിയ അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നാം വിശ്വസിക്കാൻ തയ്യാറാകണം. പലപ്പോഴും നമ്മുടെ പെന്തക്കോസ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ അത് കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ ഒരു ആചാരമാണല്ലോ. ഇപ്പോൾ മീഡിയാസിന്റെ പ്രചാരത ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ആൾക്കാർ വെമ്പല് കൊള്ളുന്നത്. നന്മയോ നല്ല കാര്യങ്ങളോ ആർക്കും ഒന്നും ഷെയർ ചെയ്യേണ്ട. ആരെക്കുറിച്ചാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് അവരോട് ക്ഷമിക്കും. ഇങ്ങനെ കാണിക്കുന്ന മനുഷ്യർക്ക് കർത്താവിൽ നിന്ന് പണി കിട്ടും. അതാണ് ഞാൻ പറയുന്നത്, അതാ ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ മറ്റുള്ളവരെ വിധിക്കുവാൻ നമ്മളെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല.
നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നവരെ, കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്നവരെ ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്, നമ്മുടെ പാസ്റ്റിനെ അല്ല. ഒരു കാര്യം എനിക്ക് ഇങ്ങനെ പറയുവാനുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ പാസ്റ്റ് ഒരിക്കലും നമ്മുടെ പ്രസന്റ് ഉള്ള ബ്ലെസ്സിങ്സിനെ പാരലൈസ് ചെയ്യരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പാസ്റ്റിനെ കുറിച്ച്, ഭൂതകാല അനുഭവങ്ങൾ ഒരിക്കലും നമ്മുടെ വർത്തമാന കാലങ്ങളിലുള്ള ദൈവീക പ്രവൃത്തിയെ പാരലൈസ് ചെയ്യരുത്, അതിനെ ഇല്ലാതാക്കി കളയരുത്. ഇവിടെ നോക്കിക്കേ, ഈ എബ്രായ ലേഖനം 11-ാം, നിങ്ങൾ ബൈബിൾ തുറക്കണമെന്നില്ല, ദയവായി ശ്രദ്ധിച്ചാൽ മതി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് ദ ഹോൾ ഓഫ് ഫെയിം ഓഫ് ഫെയ്ത്തില് അവിടെ വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ പട്ടികയിൽ 2 സഹോദരിമാരുടെ പേരാ പറയുന്നത്. ഒന്ന് സാറ, ദ വൈഫ് ഓഫ് എബ്രഹാം, എബ്രഹാമിന്റെ വൈഫ്, ഭാര്യയായ സാറായെ കുറിച്ചും, അതുപോലെ രാഹാബ് ദ ഹാർലറ്റ് ഓഫ് ജെറിക്കോ, എരിഹോവിൽ ഉണ്ടായിരുന്ന വേശ്യ എന്നറിയപ്പെടുന്ന രാഹാബിനെ കുറിച്ചുമാണെന്ന് പറയുന്നത്. അവിടെ ആ 31-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. സാറായും, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇവിടെ സാറയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഗോഡ്ലി വുമൺ ആണ്, ഒരു ദൈവീക സ്ത്രീയാണ്, ദൈവത്തിന്റെ കരുണ ഇറങ്ങിയ ഒരു സ്ത്രീ. ദ വൈഫ് ഓഫ് ദ ഫൗണ്ടർ ഓഫ് ഹീബ്രു റേസ്, എബ്രായ റേസിന്റെ ഫൗണ്ടർ ആയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, ഐസക്കിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനായി ദൈവം ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ. എന്നാൽ രാഹാബിനെ കുറിച്ച് പറയുന്ന ഒരു അൺഗോഡ്ലി വുമൺ ആണ്. അവളൊരു ജാതീയ സ്ത്രീ ആയിരുന്നു. പാഗൻ ഗോഡ്സിനെ, അന്യ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന, ആരാധിക്കുക മാത്രമല്ല അവളുടെ ശരീരത്തെ പൈസയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. മാനുഷികമായി നാം സംസാരിക്കുമ്പോൾ സാറായും രാഹാബും തമ്മിൽ ഒന്നും കോമൺ ആയിട്ട് നമുക്ക് പറയാനില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം അവരെ രണ്ടുപേരെയും ഒത്തുചേർത്ത് മെൻഷൻ ചെയ്തെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും തെറ്റു പറ്റുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണുവാനായി കഴിയുകയില്ല. അവിടെ പറഞ്ഞതിന്റെ ഒരേ ഒരു കാര്യം എന്നുള്ളത്, ദൈവീക വീക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന, കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത്, they had a true saving faith. ആമേൻ. രക്ഷിക്കുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പം ദൈവീക വീക്ഷണം എപ്പോഴും മാനുഷിക വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മളെ കാണുന്നത്, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്, മനുഷ്യർ നമ്മളെ കാണുന്നത് പോലെയും മനുഷ്യർ വിലയിരുത്തുന്നത് പോലെയും അല്ല, തികച്ചും അത് വ്യത്യസ്തമാണ്. ആമേൻ. അതുപോലെ തന്നെ അവിടെ മാത്രമല്ല, യാക്കോബിന്റെ ലേഖനം 2:21 മുതൽ 26 രാഹാബിനെ പിന്നെയും സാറായുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. അവിടെ എബ്രഹാമും രാഹാബിനെയും ഇല്ലുസ്ട്രേറ്റ് ചെയ്യുകയാണ്. എന്തിനാണ് അവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെയും ട്രൂ സേവിങ് ഫെയ്ത്ത് ഓൾവേസ് proves itself by good works. നല്ല പ്രവൃത്തികളാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം നീതീകരിക്കപ്പെടുന്നു എന്ന് സ്ഥാപിക്കുവാനായി അവിടെയും ഈ പരാമർശം നമുക്ക് കാണുവാനായി കഴിയുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ലോകം വേശ്യ എന്നൊക്കെ പേരിട്ട് മുദ്രകുത്തിയ രാഹാബ് എന്റെ യേശു തമ്പുരാന്റെ വംശാവലിയിൽ കയറുവാനായി ദൈവത്തിന് പ്രസാദം തോന്നി. ആമേൻ, ആമേൻ, ആമേൻ. ലോകത്തിൽ നമ്മളെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ലോകത്തിൽ എന്ത് തരത്തിലുള്ള മുദ്ര നമ്മുടെ മേൽ വെച്ചാലും, ആ കുടുംബക്കാർ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഏത് തരത്തിൽ ഒറ്റപ്പെടുത്തിയാലും, ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെയും എന്നെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ ലൈനിൽ തന്നെ കൊണ്ടുവരുമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ വിശ്വസിക്കാനായി തയ്യാറാകണം. ആമേൻ. ഒരു വേശ്യ, ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോൾ
ഈ ആ ഹാർലറ്റ് എന്ന വാക്കിന് പകരമായിട്ട് ഹിസ്റ്ററി ഒക്കെ കുറച്ച് പഠിക്കുമ്പോൾ പ്രൊപ്രൈറ്റസ് ഓഫ് ആൻ ഇൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വഴിയമ്പലം, സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ എന്നുള്ള അർത്ഥം അതിനുണ്ട്. പക്ഷെങ്കിൽ ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. ജെയിംസ് ചാപ്റ്റർ 2:25 ഹീബ്രൂസ് 11:31 ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഈ വാക്ക് തന്നെയാണ്. അതെന്തുമാകട്ടെ, അത് നമുക്ക് വിട്ടുകളയാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ രാഹാബിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം എന്നുള്ളത് അവളിലുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു. ആമേൻ. അവളിലുണ്ടായിരുന്ന വിശ്വാസം, ട്രൂ സേവിങ് ഫെയ്ത്ത്. അങ്ങനെ എഴുതി വെക്കണം, ട്രൂ സേവിങ് ഫെയ്ത്ത്. യഥാർത്ഥത്തിലുള്ള ശരിയായിട്ടുള്ള രക്ഷിക്കുന്ന വിടുവിക്കുന്ന വിശ്വാസം. ആമേൻ. 4 കാര്യങ്ങൾ അവളുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്റെ മെസ്സേജ് വൈൻഡ് അപ്പ് ചെയ്യും. എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു രാഹാബിന്റെ വിശ്വാസം? നമ്പർ 1, ഷീ ഹാഡ് എ കറേജിയസ് ഫെയ്ത്ത്. കറേജിയസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്നാ? ധൈര്യമാർന്ന വിശ്വാസം, ഭയരഹിതമായ വിശ്വാസം. ആമേ. നമ്മുടെ എല്ലാം ടൈറ്റിൽ എന്ന് പറയുന്നത് വിശ്വാസി എന്നാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം ഭയരഹിതമായ വിശ്വാസമാണോ? നമ്മുടെ വിശ്വാസം ധൈര്യമാർന്ന വിശ്വാസമാണോ എന്ന് ഇന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പശ്ചാത്തലമൊക്കെ വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയും. ഇവിടെ യോശുവ ഒറ്റുകാരെ ശിത്തീമിൽ നിന്ന് അയക്കുകയാ ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇവിടേക്ക് നോക്കുമ്പോൾ ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ, അവള് 1 തെസ്സലോനിയർ 1:9 തെസ്സലോനിയയിലുള്ള വിശ്വാസികളെ കുറിച്ച് പറയുന്നത് പോലെ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ അവർ ബിംബാരാധനകളെല്ലാം വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത് പോലെ ഈ സ്ത്രീയും പാഗൻ ഗോഡ്സിനെ, ജാതീയ ദൈവങ്ങളെ ആരാധിച്ച് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ശബരിയക്കാരെ പോലെ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതിയുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്യുന്ന അനുഭവം ആയിരുന്നില്ല രാഹാബിന്. ഈ ഒറ്റുകാർ ഇവളുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവൾ ഈ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവൾ രക്ഷിക്കപ്പെട്ടിരുന്നു. ഈ ദൈവം ആരെന്നുള്ളത്, ഭയങ്കരനായ ഈ ദൈവം ആരെന്നുള്ളത് ഈ രാഹാബ് മനസ്സിലാക്കിയിരുന്നു. ഈ യെരിഹോ പട്ടണത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ BC 1400 വളരെയേറെ വ്യാപാര പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നു ഈ യെരിഹോ പട്ടണം എന്ന് പറയുന്നത്. ശിത്തീമിൽ നിന്ന് യോശുവ ഒറ്റുകാരെ അയക്കുന്ന കാലത്ത് പട്ടണത്തിന് ചുറ്റും തമ്മിൽ 15 അടി അകലത്തിൽ നിർമ്മിച്ചിരുന്ന 2 കോട്ട മതിലുകൾ ഉണ്ടായിരുന്നു. 2 മതിലുകളെ യോജിപ്പിക്കത്തക്ക വിധത്തില് പല വീടുകൾ പണിതിരുന്നു. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ആര് താമസിച്ചിരുന്നത്? ഈ രാഹാബ് താമസിച്ചിരുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ആ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവൾ ഒരു മതിലിന്മേലുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നോക്കിക്കേ, അത് എന്തുമാകട്ടെ, ഇവിടെ ഞാൻ അതിന്റെ ഒത്തിരി ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോട്ട മതിൽ ഉണ്ടായിരുന്നു, 2 മതിലുകൾ, കോട്ട മതിലുകൾ ഈ പട്ടണത്തെ മൊത്തമായി ചുറ്റിയിരുന്നു. 40 വർഷങ്ങൾക്ക് മുൻപ് മോശ ഈ ദേശത്തെ ഉറ്റുനോക്കുവാൻ വേണ്ടി ചിലരെ അയച്ചു. ആകെ 2 പേര് മാത്രമാണ് ഒരു വളരെ നല്ല എൻകറേജിങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും കൊണ്ട് തിരിച്ചു വന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം അവിശ്വാസമായിരുന്നു. ദൈവവേദങ്ങളെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള, ദൈവാത്മാവ് നിങ്ങളെ ചില ദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യുവാനായി അയക്കുമ്പോൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ അധൈര്യപ്പെടുത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഡീപ്രൊമോട്ട് ചെയ്ത് ദൈവിക പദ്ധതിയിൽ നിന്ന് തിരിക്കുവാനായി ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുക. ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾ പതറിപ്പോകരുത്. ദൈവത്തിന്റെ ഗൈഡൻസ് നിങ്ങളുടെ മേലുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡീപ്രൊമോട്ടഡ് ആകുവാൻ അനുവദിക്കരുത്.
ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആ നയിക്കല്, പരിശുദ്ധാത്മാവിന്റെ ആ നിറവ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് യോശുവ അങ്ങനെ അയച്ചത്? ഒരിക്കലും യോശുവയ്ക്ക് ഒരു അവിശ്വാസം ഉണ്ടായിട്ടല്ല അയച്ചത്. ഒരു നല്ല ക്യാപ്റ്റൻ, ഒരു നല്ല ലീഡറിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് എല്ലാം വെൽ സെറ്റ് ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ഒരു അപരിചിതരായ മനുഷ്യരാണ് ഈ പട്ടണത്തിലേക്ക് കടന്നു വരുന്നത്. ഈ രാഹാബ് മാത്രം, only one person in Jericho, എരിഹോവിൽ ഈ രാഹാബ് മാത്രമേ ഈ ഇസ്രായേലിന്റെ ദൈവത്തെ ആശ്രയിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒറ്റുകാരെ വീട്ടിലേക്ക് സ്വീകരിക്കുക ചെയ്യുന്നത്. നോക്കിക്കേ, എത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ. നോക്കിക്കേ, ദൈവത്തിന്റെ ദാസന്മാരെ അവളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിച്ചു. അവൾക്ക് ഒത്തിരി ഒന്നും ദൈവത്തെ കുറിച്ച് അറിയില്ല, പക്ഷെ അവൾക്ക് അറിയാവുന്നത് ചില ഭയങ്കര കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ തീവ്രതയിൽ യഹോവയെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഇത്രയും ജനങ്ങൾ എരിഹോവിൽ താമസിച്ചിട്ടും ഈ രാഹാബ്, വേശ്യ എന്ന് ടൈറ്റിലുള്ള രാഹാബിനാണ് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഇങ്ങോട്ട് നോക്കി, ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാ കർത്താവിന്റെ വംശാവലിയിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു വുമന്റെ പേര് വരുവാൻ എന്റെ ദൈവത്തിന് യാതൊരു പ്രയാസമില്ലായിരുന്നു. കാരണം she had a courageous faith. ദൈവത്തിന് ഒരു ഉറപ്പുണ്ടായി, ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്നെ അവളുടെ ഭൂതകാലം എന്തുമായിക്കൊള്ളട്ടെ, അവളുടെ ഭൂതകാലത്തിൽ അവൾ എന്തും ചെയ്തു കൊള്ളട്ടെ, എങ്കിലും അവൾ എന്നെ അറിഞ്ഞ ആ ദിവസം മുതൽ, ഞാൻ ആരാണെന്ന് എന്റെ പ്രവൃത്തി കേട്ട ദിവസം മുതൽ എനിക്ക് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ, ഒരു ഭയവും ജീവിതത്തിൽ ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ഭയരഹിതമായ വിശ്വാസം എക്സസൈസ് ചെയ്യുവാൻ അവൾ തയ്യാറായി എന്നുള്ളത് ദൈവത്തിന് മനസ്സിലായി. ആക്ച്വലി അവളുടെ ജീവൻ, നമ്മൾ പറയുമല്ലോ അവളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടെന്ന്, അവളുടെ ജീവൻ അവൾ കയ്യിൽ എടുത്തുകൊണ്ടാ അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരിമാരെ, നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിന്റെ വേല ചെയ്യുന്നവരെ ഞാൻ നമിച്ചുകൊണ്ട് അവരോട് അത്രയും ആദരവോടെ ഞാൻ പറയുക, കർത്താവിന് വേണ്ടി അടിയും ഇടിയും പട്ടിണിയും പരിവട്ടവും കഷ്ടങ്ങളും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കാൻ മേലാത്ത അനുഭവങ്ങൾ അവരനുഭവിക്കുന്ന പിന്നിലെ കാര്യം എന്നുള്ളത് അവർക്ക് കർത്താവിന് വേണ്ടി ഒരു ധൈര്യമാർന്ന വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരുന്നു കൊണ്ട്, നമ്മുടെ സുരക്ഷിതമായ മേഖലകളിൽ ഇരുന്നു കൊണ്ട്, അല്ലലും അലച്ചിലും അറിയാതെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല, ജീവനെങ്കിൽ ജീവൻ വെച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നത് ആരാണോ, കർത്താവിനെ കുറിച്ചുള്ള കേട്ടറിവ് എക്സസൈസ് ചെയ്യുന്നത് ആരാണോ, അവരെ ദൈവം മാനിക്കുന്നത്. അവൾക്ക് കിട്ടിയ മാന്യത എന്താണ്? മിടുക്കികൾ എത്ര പേരുണ്ടായിരുന്നിട്ടും യേശു കർത്താവിന്റെ വംശാവലിയിൽ കയറി പറ്റുവാൻ അവളുടെ കറേജിയസ് ഫെയ്ത്തിന് കാരണമായി. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത്? ഭയരഹിതമായ വിശ്വാസം. ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ കേട്ട യഹോവയെ കുറിച്ച് അവന് വേണ്ടി ഞാൻ നിലനിൽക്കും. ഹല്ലേലൂയ. അതായിരുന്നു അവളുടെ നിലപാട്. ഇവിടെ ഇങ്ങോട്ട് നോക്കി, എങ്ങനെയാ ഒരുപക്ഷെ അവള് നിന്റെ വീട്ടിൽ വന്ന അപരിചിതരെ, രാജാവിന് അറിവ് കിട്ടി, നിന്റെ വീട്ടിൽ വന്ന അപരിചിതരെ നീ വീട്ടിൽ കൈക്കൊണ്ടില്ലേ, അവരെ വിട്ടു തരാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞു വീട്ടിൽ നിന്ന് അവര് പോയെന്ന് പറഞ്ഞു. ആക്ച്വലി അവളെ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. ദൈവവചനം ഒരിക്കലും നുണയെ സാധൂകരിക്കുന്നില്ല. എത്തിക്കൽ പ്രോബ്ലംസ് അവിടെ ഉണ്ട്. നാം ഒരിക്കലും നുണ പറയരുതെന്ന, പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അവൾ ചെയ്തതായതുകൊണ്ട് ദൈവവചനത്തിൽ തന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിയതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. അവൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവളും കുടുംബവും പട്ടണവും എല്ലാം കർത്താവിന് വേണ്ടി അവിടെ
സമർപ്പിതമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. എപ്പോഴും വിചാരിച്ചോണം, നമ്മുടെ വിശ്വാസം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഹിഡൻ ഫെയ്ത്ത് ഈസ് നോട്ട് എ ഫെയ്ത്ത് അറ്റ് ഓൾ. മറച്ചു വെക്കുന്ന വിശ്വാസം ഒരിക്കലും അത് വിശ്വാസമല്ല. അവളുടെ വിശ്വാസത്തെ തുറന്നു കാണിക്കാൻ തയ്യാറായി. അവളുടെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു? നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഷൈനി ടീച്ചർ ആദ്യമായി നിങ്ങളുടെ ഗ്രൂപ്പിൽ കയറി പ്രസംഗിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 4 തരത്തിലുള്ള വിശ്വാസമായിരുന്നു രാഹാബിനുള്ളതെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. നമ്പർ 1, she had a courageous faith. ഭയരഹിതമായ വിശ്വാസം. ആമേൻ. ഭയം ലേശമില്ലാത്ത ധൈര്യമാർന്ന വിശ്വാസം. എന്റെ സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ രണ്ടാമത്തെ കാര്യം പറയട്ടെ. 8-ന്റെ 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത് എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു രാഹാബിനുണ്ടായിരുന്നതെന്ന് അറിയാമോ? ഷീ ഹാഡ് എ കോൺഫിഡന്റ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. നമുക്കെല്ലാം വിശ്വാസമാണ്, പക്ഷെ വിശ്വാസവും പ്രത്യാശയുമാ. ഭയങ്കര പ്രാർത്ഥനയാ, വിശ്വാസ പ്രഖ്യാപനമെല്ലാം നടത്തും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തന്നെ ഇരിക്കുമ്പോൾ മനസ്സിൽ തോന്നും, കർത്താവെ പ്രാർത്ഥിച്ചതുപോലെ അത് നടക്കുമോന്ന് വിചാരിക്കുക. അമ്മേ, അത് വിശ്വാസത്തിന്റെ ഉറപ്പല്ല. നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയത്തെ യേശുവിന്റെ നാമത്തിൽ നീക്കുവാൻ നാം തയ്യാറാണ്. നാം വിശ്വസിച്ച ലെറ്റ് ഇറ്റ് ബി സോ, അത് അങ്ങനെ തന്നെയാണെന്ന് നാം വിശ്വസിക്കണം. അതിനൊരു അണുവിട വ്യത്യാസം ഉണ്ടാകത്തില്ല. സാധ്യതകൾ ഒന്നും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കത്തില്ല. എല്ലാം പ്രതികൂലമായിരിക്കും. അവിടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാകേണ്ടത്. വിശ്വാസത്തിന് ഉറപ്പുണ്ടായിരിക്കണം. ഇവിടെ രാഹാബ് ചെയ്തത് എന്താണ് ഒന്ന് നോക്കിക്കേ. അവിടെ പറയാ, അവളുടെ ട്രൂ പേഴ്സണാലിറ്റി മൊത്തമായിട്ടും ഈ സേവിങ് ഫെയ്ത്തിൽ ഉണ്ടായിരുന്നു. അത് അവളുടെ ബുദ്ധിശക്തി, അവളുടെ ഇച്ഛാശക്തി, അവളുടെ വിചാര ഭാവങ്ങൾ, ഈ 3 കൂടെ സംയോജിക്കുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമാകുന്നത്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. നമ്മുടെ വിശ്വാസം എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ, നമ്മുടെ 3 റിലംസ് ആണ്, 3 നിലവാരങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബുദ്ധിശക്തി, ഇന്റലക്ട്, നമ്മുടെ വില്ല്, നമ്മുടെ ഇച്ഛാശക്തി, അതുപോലെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വിചാര ഭാവങ്ങൾ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിങ്കിള് ചെയ്യുമ്പോൾ ഈ 3 നിലവാരങ്ങളിലും വിശ്വാസം വ്യാപരിക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസം. അപ്പോൾ നമുക്ക് വിശ്വാസത്തിന് ഉറപ്പുണ്ടാകുക. അവളെ നോഹയെ കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവം അവനെ വാൺ ചെയ്തപ്പോൾ, വരുവാൻ പോകുന്ന ഇംപെൻഡിങ് ഡിസാസ്റ്ററിനെ കുറിച്ച് വാൺ ചെയ്തപ്പോൾ അതിനനുസരിച്ച് അവൻ വിശ്വാസത്തോടെ ചെയ്തു. പൊട്ടനാണ്, അവന് ബുദ്ധിഭ്രമമുള്ളവനാണ്, ഫൂളിഷ് ആണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോഴും അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ശ്രദ്ധിച്ച കർത്താവിന്റെ വാക്ക് മാത്രമേ, യഹോവയുടെ വാക്ക് മാത്രമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. നമുക്കൊരു വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടായിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഇമോഷൻസ്, വിൽ ആൻഡ് ദ മൈൻഡ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ വിചാര ഭാവങ്ങളെല്ലാം സമന്വയിച്ച് നമ്മുടെ എൻ്റർ പേഴ്സണാലിറ്റിയെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടാകുന്നത്. ഇവിടെ നോക്കിയ രാഹാബിന്റെ ജീവിതത്തില് അപ്പോൾ തന്നെ അവൾക്ക് ഉണ്ടായിരുന്നത് ഓൾ പേഴ്സണാലിറ്റി അതിനകത്ത് ഇൻവോൾവ്. അവളുടെ വിശ്വാസത്തിൽ അവളുടെ മുഴുവൻ വ്യക്തിത്വവും ഇൻവോൾവ് ആയി. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് അവളുടെ വിടുതലിന്, രക്ഷയ്ക്ക് കാരണമായി തീർന്ന യഥാർത്ഥ സേവിങ് ഫെയ്ത്ത്. നമ്മള് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് കാണുന്നുണ്ട്. അവളുടെ ഹൃദയത്തിൽ പറഞ്ഞു എന്നാ പറഞ്ഞത്, പുറമേ അല്ല. അവളുടെ ഹൃദയത്തിൽ അവള് പറഞ്ഞു, മനസ്സിൽ ആദ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമുള്ളവളായി മാറും. അത് മനസ്സിൽ പറഞ്ഞു. മനസ്സിൽ പറയുക മാത്രമല്ല ചെയ്തത്, അത് അവള് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലാകുന്നുണ്ടോ? പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സും നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ വികാരഭാവങ്ങളും ഒരുമിച്ച് സംയോജിക്കുമ്പോൾ അവിടെ ഉണ്ടാകുക വിശ്വാസത്തിന്റെ ഉറപ്പും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും അവിടെ വെളിപ്പെടുകയാ ചെയ്യുന്നത്. ഇവിടെ രാഹാബ് കർത്താവിൽ, ദൈവത്തിൽ ഒരു അഗൈതവമായ വിശ്വാസം പ്രകടിപ്പിക്കുകയാ ചെയ്യുന്നത്. 2-ന്റെ
9-ാം വാക്യത്തിൽ വിശ്വാസത്തിന് ഉറപ്പോടെ അവൾ ഇങ്ങനെ പറയുക, വന്ന ഒറ്റുകാരോട് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാക്യം 2-9 വാക്യത്തിൽ അവൾ ഇങ്ങനെ പറയുക, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി അവരുടെ മേൽ വീണിരിക്കുന്നു. എത്ര ഉറപ്പല്ലേ! ഹോ എന്റെ ദൈവമേ, എന്തോ ഒരു അഷുറൻസാ, എന്തൊരു ഉറപ്പാ! ഒരു ജാതീയ സ്ത്രീയാ പറയുന്നത്. അവള് പറയുക, യഹോവ നിങ്ങളുടെ കൈ തന്നിരിക്കുക, ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൻ. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, കാരണം നിങ്ങളെ കുറിച്ചുള്ള ഭീതി ഈ ദേശത്ത് വീണിരിക്കുക. പ്രിയരെ, ദൈവസന്നിധിയിൽ മറുപടിക്കായിട്ട് വർഷങ്ങളോളമായി പ്രാർത്ഥിക്കുന്ന ചില ദൈവദാസിമാരോട് ആത്മാവിന്റെ അഭിഷേകത്തോടെ ഇന്ന് ഞാനൊരു കാര്യം വിളിച്ചു പറയുകയാ. ഈ വിശ്വാസ പ്രഖ്യാപനം പറയുവാൻ, ഈ വിശ്വാസത്തിന്റെ ഉറപ്പ് പ്രഖ്യാപിക്കാൻ ഇന്ന് തയ്യാറാകണം. സ്റ്റാർട്ട് ടെല്ലിങ് ഇറ്റ്. ഏത് വിഷയമായാലും, തലമുറകളുടെ വിഷയമായാലും, സാമ്പത്തിക വിഷയമായാലും, കടഭാരങ്ങളായാലും, മാനസിക നിലയിലുള്ള വിടുതലാണ് വേണ്ടതെങ്കിലും, ശാരീരിക വിടുതലാണ് വേണ്ടതെങ്കിലും, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ വിശ്വാസ പ്രഖ്യാപനം, ഈ വിശ്വാസത്തിന് ഉറപ്പ് പറയുവാൻ തയ്യാറാക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ നിങ്ങൾക്ക് തന്നിരിക്കുക, ഈ വിടുതൽ സംഭവിച്ചിരിക്കുക, തലമുറയെ ദൈവം മാനിച്ചിരിക്കുക. ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിന് ഉറപ്പെന്ന് പറയുന്നത്. ഒരു ജാതീയ സ്ത്രീ പറയുകയാ, ദൈവമക്കളോട് പറഞ്ഞു കൊടുക്കുക. അതാണ് കോൺട്രാസ്റ്റ്, മനസ്സിലാക്കിക്കോണം. എബ്രായരോട് പറഞ്ഞു കൊടുക്കുക, ഇസ്രായേലിയരോട് പറഞ്ഞു കൊടുക്കുക, ചെറുപ്പം മുതലേ യഹോവയെ അറിയാവുന്നവരോട് പറഞ്ഞു കൊടുക്കുക. വളരെ ചെറിയ അറിവേ അവൾ കേട്ടിട്ടുള്ളൂ, പക്ഷെ ആ അറിവ് അവളുടെ ഹൃദയത്തിൽ അങ്ങ് ആഴ്ന്നിറങ്ങി, അത് വലിയൊരു വിശ്വാസത്തിന്റെ മരമായി വളർന്നു. അവള് പറയുക, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ ദേശത്തെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. അതിന് ഒരു തെളിവായി അവൾ പറയുന്നത്, നിങ്ങളെ കുറിച്ചുള്ള ഭീതി വീണിരിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതിന്റെ കണ്ണി നോക്കുവാൻ മറ്റുള്ളവർ ഭയപ്പെടും. സഹോദരിമാരെ, അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കണ്ണുകളിൽ നേരെ നോക്കുവാൻ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ കണ്ണിൽ നേരെ നോക്കുവാൻ ശത്രു ഭയപ്പെടുമെന്ന് മനസ്സിലാക്കിക്കോണം. വിശ്വാസത്തിന്റെ ഉറപ്പ്, വിശ്വാസത്തിന്റെ ഉറപ്പ്. അവൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ഫെയ്ത്ത് ആയിരുന്നു. ഇവിടെ ആവർത്തന പുസ്തകം 2-25 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആവർത്തനം 2-25 നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിന് കീഴ് എങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്നു തന്നെ തുടങ്ങും. നോക്കിയേ, കർത്താവിനെ കുറിച്ചുള്ള പേടിയും ഭയവും വരുത്തുമെന്ന് അവിടെ പറയുന്നത്. ആ ഭീതി വന്നാൽ, യഹോവയെ കുറിച്ചുള്ള ഭീതി വന്നാൽ, യഹോവ ഭയങ്കരനാണ്, യഹോവ മഹാകാര്യങ്ങളാൽ ഉത്തരമരുളുന്നവനാണ്, യഹോവ സർവവ്യാപിയാണ്, യഹോവ സർവജ്ഞാനിയാണ്, യഹോവ സർവശക്തനാണ് എന്നുള്ള ചിന്ത മനുഷ്യരിലേക്ക് കടങ്ങുമ്പോ, അതുകൊണ്ടല്ലേ ഹാമാനോട് പറഞ്ഞത്, ഭാര്യയും ആൾക്കാരും ഒക്കെ ആദ്യമൊക്കെ എല്ലാ കാര്യത്തിലും അങ്ങ് സപ്പോർട്ട് ചെയ്തു. അവസാനം പറഞ്ഞു, മൊർദെഖായി യഹൂദനാണെങ്കിൽ നീ അവന്റെ മുമ്പിൽ വീഴാൻ തുടങ്ങി, ഇനി നിനക്കൊരു നിലനിൽപ്പില്ല. കാരണം അവൻ സേവിക്കുന്ന ദൈവത്തിന്റെ മഹാത്മ്യമാ, അവൻ സേവിക്കുന്ന ദൈവത്തിന്റെ നമ്മൾ വലിയ വിടുക്കരായിട്ടാണോ, ആകാര ശക്തി ഉള്ളത് കൊണ്ടാണോ, നമുക്ക് ബലം ഉള്ളത് കൊണ്ടാണോ, മാനസിക ബലം, ഒന്ന് തള്ളിയാ വീഴുന്നവരാ നമ്മള്, ഒന്ന് നമ്മളെ ക്രുദ്ധിച്ച് നോക്കിയാ കണ്ണ് നിറയുന്നവരാ. പക്ഷെ നമ്മളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാം സേവിക്കുന്ന ദൈവത്തിന്റെ മഹാത്മ്യമോ, നമ്മളിലുള്ള അഭിഷേകത്തിന്റെ ശക്തിയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഇതാ വിശ്വാസത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. ഇവിടെ പറയുകയാ. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് എന്നാന്നോ, അവരോട് പറയുകയാ, നിങ്ങളുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവെന്ന്, യുവർ ഗോഡ് എന്നാ പറയുന്നത്. അപ്പൊ അവള് മനസ്സിലാക്കിയത് കണ്ടോ, ഞാൻ സേവിച്ചിട്ടുള്ള ദൈവങ്ങളുണ്ടല്ലോ, അതുങ്ങളെ ഞാൻ സേവിക്കും, ആരാധിക്കും, പക്ഷെ എനിക്കൊരു റെസ്പോൺസും തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യുവർ ഗോഡ്.
വ്യക്തിപരമായ ഒരു ബന്ധം. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. ഹല്ലേലൂയ. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. അതാണ് അവൻ പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അയലോക്കക്കാരന്റെ ദൈവമെന്നോ എന്റെ ഭർത്താവിന്റെ ദൈവം ഇവൻ എന്ന് പോലും അല്ല പറയുന്നത്, എന്റെ ദൈവം. അതാണ് നാം സേവിക്കുന്ന ദൈവമുള്ള ബന്ധത്തിന്റെ. ആ ബന്ധത്തിൽ ആർക്കും ഒരു ഇന്റർഫിയറൻസും ഇല്ല. ഇവിടെ ജാതീയ സ്ത്രീ പറഞ്ഞു കൊടുക്കാം, നിങ്ങളുടെ ദൈവമുണ്ട്, യുവർ ഗോഡ്. എനിക്കത് ഭയങ്കര സന്തോഷമായി. എന്ത് വലിയ വെളിപ്പാടാ ദൈവം അവൾക്ക് കൊടുത്തല്ലേ. അവള് മോശം ആയിക്കോട്ടെ, എങ്ങനെ വേണേലും ജീവിച്ചോട്ടെ, പക്ഷെ അവൾക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വിശ്വാസത്തിന്റെ ഉറപ്പ് കണ്ടോ. പറയുക, നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം, ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നാം ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടല്ല അവർ ആരാധിക്കേണ്ടത്. നാം ദൈവത്തിന് ആരാധിക്കാൻ ചർച്ചിൽ പോകുന്നോണ്ടല്ല വരുന്നത്. നമ്മുടെ വഴക്ക് കേട്ടിട്ടല്ല അവർ ഫാമിലി പ്രയറിൽ ഇരിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആമേൻ. എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, ദൂരെയായിരുന്ന കുഞ്ഞിനോട് ഞാൻ പറയും. ഇന്നാള് മദേഴ്സ് ഡേക്ക് വിളിച്ചിട്ട് അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മമ്മ എനിക്ക് മമ്മയെ ഒരു പ്രൗഡ് മദറൊന്നും ആക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹൂ ടോൾഡ് യു ദാറ്റ് ഐ ആം നോട്ട് എ പ്രൗഡ് മദർ? ഞാൻ പ്രൗഡ് മദർ അല്ലെന്ന് ആരാ പറഞ്ഞേ? മക്കളെ, മമ്മി പ്രൗഡ് മദർ ആകുന്നത് എത്ര സാലറി നിങ്ങൾ ഉണ്ടാക്കി എനിക്ക് തന്നെന്നുള്ളതിലല്ല, നിങ്ങൾ എത്രമാത്രം ലോകപരമായി ഉയർന്നു എന്നുള്ളതിലല്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യാതെ ദൈവഭയത്തോടെ ദൈവകൃപയോടെ ജീവിക്കുന്ന 2 കുഞ്ഞുങ്ങൾ മമ്മിക്കുണ്ടെങ്കിൽ ഏറ്റവും പ്രൗഡസ്റ്റ് മദർ ഇൻ ദ വേൾഡാ ഞാൻ അല്ലെന്ന് ആര് പറഞ്ഞെന്ന് ചോദിച്ചു. എന്റെ വിശ്വാസം അതാ. കർത്താവിനെ വിട്ട് നിങ്ങൾ 1 ഇഞ്ച് മാറത്തില്ലെന്നുള്ളതാ എന്റെ വിശ്വാസം. അതാണ് മമ്മി ഏറ്റവും പ്രൗഡ് മദർ ആകുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ അവിടെ സാറ്റർഡേ ഈവനിങ് എന്നെ വിളിച്ചിട്ട്, അവന്റെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളാ കൊടുത്തു വിട്ടിരിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മമ്മ ഒരു വാക്ക് ഇങ്ങനെയുണ്ടല്ലോ, രക്ഷിപ്പാൻ കഴിയാതെ, ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ വാക്യം ഇങ്ങനെയാ, രക്ഷിപ്പാൻ കഴിയാതെ ഉള്ള യഹോവയുടെ കൈ കുറുകിയിട്ട്, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഈ വാക്യം യെശയ്യാവ് 59:1 മക്കളെ എടുത്തു വായിക്കാൻ പറഞ്ഞു. എന്നോട് പിന്നെ വേറെ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ ഫേബാൻഡി പറയട്ടെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാ. നമ്മളോട് അധികം ഒന്നും മിണ്ടിയില്ലേലും വേണ്ടിയല്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാ. ദൈവത്തിന്റെ ഒരു ശബ്ദം അവർ കേൾക്കുന്നു എന്നുള്ളതാ. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വ്യക്തിപരമായ ബന്ധമാണ്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ എൻകറേജ് ചെയ്ത് പറയുന്നത്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത്, അഭിഷേകവും അധികാരമുള്ള ഒരു തലമുറ, ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുള്ള തലമുറയെ കർത്താവ് വാർത്തെടുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം നിരന്തരം. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഇവിടെ അവൾക്ക് ഒരു കോൺഫിഡന്റ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, എന്റെ സമയം ഓൾമോസ്റ്റ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. 3ാമത്തെ വിശ്വാസം, അവളുടെ വിശ്വാസം എങ്ങനെയാണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ 2 വിശ്വാസം ഞാൻ പറഞ്ഞത്? ഏതൊക്കെയാണ്? നമ്പർ 1, കറേജിയസ് ഫെയ്ത്ത്. കറേജിയസ് ഫെയ്ത്ത്, ധൈര്യമാർന്ന വിശ്വാസം. 2ാമത്തെ അവളുടെ വിശ്വാസമായിരുന്നു കോൺഫിഡന്റ് ഫെയ്ത്ത്. അവൾക്ക് വിശ്വാസത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു. 3ാമത്തെ വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ്. ഷീ ഹാഡ് എ കൺസേൺഡ് ഫെയ്ത്ത്. ഹല്ലേലൂയ. ഷീ ഹാഡ് എ കൺസേൺഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കരുതലുള്ള വിശ്വാസം. സ്വന്തം ഞാൻ രക്ഷപ്പെടണമെന്നല്ല, എൻ്റെ ചുറ്റുപാടുള്ളവരും രക്ഷപ്പെടണമെന്നുള്ള വിശ്വാസം. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും കൂടിപ്പോയ എൻ്റെ സഭയിലുള്ള എനിക്കിഷ്ടമുള്ളവരും കൂടെ സ്വർഗത്തിലോട്ട് പോകണമെന്നുള്ളതല്ല. എന്താണ്? ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളവരിൽ എല്ലാവരിലും വെച്ച് ആരൊക്കെ എൻ്റെ യേശുവിനെ കണ്ടിട്ടില്ലയോ അവരെല്ലാവരും ദൈവസന്നിധി കാണണം, അവർക്ക് നിത്യത ഉണ്ടാകണം. അതാണ് കരുതലുള്ള വിശ്വാസം. Amen. She was not concerned only about her life. ഓർത്തോണം, അവള് ഭയങ്കര മണ്ടത്തരം അവിടെ ചെയ്യുന്നു. മണ്ടത്തരം എന്ന് ചോദിച്ചാ ഭയങ്കര റിസ്കാ. ഒന്ന് ഓർത്തു വെക്കേ, വീട്ടുകാരെ എല്ലാം വിളിച്ച് നിന്റെ വീട്ടിലാക്കി ഈ ജനലയിൽ ഒരു ചുവപ്പ് ചരട് കെട്ടിവെച്ചാൽ
നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ശരിയാകും, നിങ്ങൾ രക്ഷപ്പെടും. നീയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വാക്യത്തിൽ പറയുന്നത് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് എന്തൊരു സന്തോഷം. പാവട്ടെ, അവളുടെ ആ ഒരു വിശാല മനസ്സേ, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനെ മാത്രമല്ല അവള് വിളിച്ചതെന്നാ ഞാൻ കരുതുന്നത്. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്. 13-ാം വാക്യമേ ഒന്ന് ശ്രദ്ധിച്ച്, എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും. അങ്ങ് വിശാലപ്പെട്ട് പോവാട്ടോ. ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനെ ഒന്നല്ല. നമ്മളാണെങ്കിൽ അത്യാവശ്യം വേണേ നമ്മുടെ കുടുംബക്കാരെ ഒന്ന് വിളിച്ച് കയറ്റ, രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കും. ഇവള് പറയാ, അവരുമായിട്ട് ബന്ധപ്പെട്ട സകലത്തെയും ഞാൻ ഇതിനകത്ത് കയറ്റും, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇവിടെ കർത്താവിന് നമ്മളോട് പറയാനുള്ള ഒരു ദൂതെന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ഹൃദയ വിശാലത ഉണ്ടായിരിക്കണം. ആരെയെല്ലാം ഈ പെട്ടകത്തിൽ പിടിച്ചു വലിച്ചു കയറ്റാമോ, പ്രാർത്ഥനയാൽ സുവിശേഷ ഘോഷണത്താൽ അവരെ എല്ലാവരെയും പിടിച്ചു വലിച്ചു കയറ്റുവാനുള്ള ഒരു കരുതലുള്ള ഹൃദയം നമ്മളിൽ ഉണ്ടായിരിക്കണം. നശിച്ചു പോകുന്നവരെ കുറിച്ച് നമ്മുടെ ഹൃദയം ഒന്ന് വിങ്ങണം, നമ്മൾ അസ്വസ്ഥരാകണം, നമ്മളൊന്ന് ഇറിറ്റേറ്റഡ് ആകണം, നമുക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ശരിയല്ലെന്ന് തോന്നണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയും നമുക്ക് ദൈവത്തോട് മറ്റുള്ളവരോടുള്ള കരുതലും ഉണ്ടാവുള്ളൂ. അവള് പറയാ, ഇവരെ എല്ലാം ഞാൻ കേറ്റും. ഒന്ന് ഓർത്തു നോക്കിയേ, ഇവരുടെ കൂട്ടത്തില് നമുക്കറിയാലോ, നമ്മുടെ വീട്ടുകാർ തന്നെയല്ലേ ചിലപ്പോ നമുക്ക് പാര വെക്കുന്നേ, അല്ലയോ? ആരും ഒന്നും മിണ്ടുന്നില്ല, മിണ്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കേൾക്കത്തുമില്ല. ചില ദൈവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ വീട്ടുകാരെ തന്നെ അവരുടെ, നിങ്ങൾ വായിച്ചിട്ടില്ലേ, ശത്രുക്കളെന്ന്. അങ്ങനെയുണ്ട്. ഇതിൽ ഏതേലും ഒരു വ്യക്തി ഇവക്കിട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ളെന്ന് കരുതി രാജാവിനെ ഒന്ന് വിവരം അറിയിച്ചാൽ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, അവളെ എന്തിനു വേണ്ടി അവളെ പണിഷ് ചെയ്യുന്നതെന്നറിയാമോ? രാജ്യദ്രോഹ കുറ്റത്തിന് അവളെ പണിഷ് ചെയ്യുന്നത്. എന്റെ ലാൻഡിനെ ഒറ്റിക്കൊടുത്തതിന് അവക്ക് പണിഷ്മെന്റ് കിട്ടുകയാ ചെയ്യുന്ന. ട്രൈറ്റർ എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയും. എങ്കിലും അവൾ അത് ചെയ്യുവാൻ തയ്യാറായി. ഇവിടെ നോക്കിയേ, പ്രോവബ്സ് സദൃശവാക്യം 11:30 ഇങ്ങനെയാ വായിക്കുന്നത്, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നിങ്ങൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഹൃദയങ്ങളെ നേടുന്നവരായിരിക്കും, ആത്മാക്കളെ നേടുന്നവരായിരിക്കും. ആ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവൾ അവിടെ പ്രവർത്തിക്കുകയാ ചെയ്യുന്നത്. യഹൂദ ബെന്യാമീനു വേണ്ടി ഷുവർട്ടി ആയില്ലേ, ജാമ്യം നിന്നില്ലേ? യഹൂദ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ ലൈഫ് എടുത്തോ എന്ന് വരെയാണ് അവിടെ യഹൂദ പറഞ്ഞത്. അങ്ങനെ അതുപോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് വേണ്ടി തീർന്നു. നാം മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിച്ചു. ഇപ്പോൾ ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് നാം പറയണം. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തുവാണ് അവിടെ? അത് പിന്നെയുള്ള ഇതിലാണ് വരുന്നത്, അത് ഞാൻ പറയാം. ഇവിടെ നാം കാണുന്നത്, നീ ഞങ്ങളോട് പറഞ്ഞതുപോലെ നീ ചെയ്താൽ നീ രക്ഷപ്പെടും. അവിടെ പറയാ, നീ ഞങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്താൽ നീ രക്ഷപ്പെടും. എന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും വ്യതിചലിച്ചാൽ ഞങ്ങൾ നീയുമായിട്ട് ഉണ്ടാക്കിയ കരാറ് ക്യാൻസൽ ആയി പോകുമെന്ന്. അതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പ്രിയരെ, കർത്താവ് നമ്മളിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ള ആ വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം? മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ള വിശ്വാസമാണോ? മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു ആവലാതി ഉണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു ഭാരമുണ്ടോ? ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നു ഫേബാൻഡിയൊക്കെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നതിന്റെ പിന്നിലെ മെയിൻ റീസൺ എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള പ്രാർത്ഥന ശക്തമായി തീരട്ടെ. നമുക്ക് ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരൊന്നും നഷ്ടപ്പെട്ടു പോകാൻ, അവരെ ആരെയും നിത്യ നരകത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു വാശി പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ദൈവവചനം പറയുവാൻ നാം തയ്യാറാകണം. രാഹാബ് അങ്ങനെ തയ്യാറാവും. അവളുടെ വിശ്വാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു, അവളുടെ വിശ്വാസം
കൺസേൺഡ് ഫെയ്ത്ത് ആയിരുന്നു, കരുതലുള്ള വിശ്വാസമായിരുന്നു. ലാസ്റ്റത്തെ വിശ്വാസം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം, സമയം ഓൾമോസ്റ്റ് തീരാറായി. ലാസ്റ്റത്തെ വിശ്വാസമാണ് ഉടമ്പടിയുടെ വിശ്വാസമായിരുന്നു, കവനന്റ് ഫെയ്ത്ത്. അവളുടെ വിശ്വാസം എന്നുള്ളത് കവനന്റ് ഫെയ്ത്ത്. എന്തോ ഈ കവനന്റ് എന്ന് പറയുന്നത്? ഉടമ്പടി എപ്പോഴും രണ്ടുപേർ തമ്മിൽ നടത്തുന്നതാണ്. ഒത്തിരി ഉടമ്പടികൾ നമുക്ക് കാണാം. ഗാർഡൻ ഓഫ് ഈഡനിൽ ഉടമ്പടി ഉണ്ടായിരുന്നു, നോഹയുമായിട്ട് ഉടമ്പടിയുണ്ട്, ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു, എബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തു. ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മുടെ പുതിയ നിയമ രക്തത്തിന്റെ ഉടമ്പടിയാണ് ഏത്? ബ്രോക്കൺ ബ്രെഡ് ആൻഡ് വൈൻ, വീഞ്ഞും യേശുവിന്റെ പിന്നെ അപ്പവും വീഞ്ഞും, അത് നമ്മളോടുള്ള ഒരു ഉടമ്പടിയാണ്. ആമേൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ രണ്ട് ഒറ്റുകാര് ഇവരുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ, ഇവിടെ വീട് വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടെ ഈ ഉടമ്പടി അവിടെ റീഅഫേം ചെയ്യുകയാ ചെയ്യുന്നത്, ഒന്നുകൂടെ പുതുക്കുകയാ ചെയ്യുന്നത്. എന്താണ് ഉടമ്പടി? ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഒരു ടോക്കൺ കാണും അല്ലെ? ഉടമ്പടിക്ക് ഒരു ടോക്കൺ ഉണ്ട്. ഇവിടെ ചുവപ്പ് ചരട, ആ ചുവപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ചുവപ്പ് യേശു കർത്താവിന്റെ രക്തത്തെ കാണിക്കുന്നു, ഉടമ്പടിയുടെ രക്തത്തെ കാണിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, അന്നേരം ആ ഉടമ്പടി, ഇവിടെ ഒരു കോൺട്രാസ്റ്റ് നിങ്ങൾ ചിന്തിക്കണം. അവര് പറയുകയാണ്, നീ ഞങ്ങളോട് പറഞ്ഞ ഉടമ്പടി ആരോടേലും പറഞ്ഞ് ഇത് ലീക്കായാൽ നീ പണിഷ്മെന്റ് ഫേസ് ചെയ്യും. പക്ഷെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എങ്ങനെയാ? നാം മിണ്ടാതിരിക്കാനല്ല, നാം മിണ്ടാനാ ദൈവം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളോടുള്ള ഉടമ്പടി എന്ന് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞ സുവിശേഷം മറ്റുള്ളവരോട് പറയണം. ഡോണ്ട് കീപ് ഇറ്റ് ഫോർ യുവർസെൽഫ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം വെക്കുവാനല്ല. പക്ഷെ രാഹാബിനോട് പറഞ്ഞത്, ഞങ്ങൾ നീയുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി നീ സൂക്ഷിക്കണം. ആമേൻ. അതാണ് അതിന്റെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നാലും യേശു കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിൽ മരിച്ചു. അതൊരു ഉടമ്പടിയായിരുന്നു. ഉടമ്പടിയുടെ ഒരു ബന്ധമാണ് നമുക്ക് ദൈവവുമായിട്ടുള്ളത്. നമ്മുടെ ഉടമ്പടി സൂക്ഷിക്കുവാൻ നാം തയ്യാറാകണം. എങ്ങനെയാണ്? മിസ്രൈമിൽ കട്ടളക്കാളിന്മേൽ കുറുമ്പടിമേൽ രക്തം പുരട്ടിയപ്പോൾ, ആമേൻ, ചുവപ്പ് കാണുമ്പോൾ സംഹാര ദൂതൻ അതിനെ വിട്ടുപോകും. ദൈവജനമേ, പ്രിയ സഹോദരിമാരെ, നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിന്റെ രക്തം അടയാളമായിരിക്കട്ടെ. പ്രാർത്ഥനകൾ ഉയരട്ടെ, വചനധ്യാനം ഉയരട്ടെ, അതൊരു അടയാളമായി നിൽക്കട്ടെ. അത് നമ്മൾക്ക് കർത്താവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാ. അതിലൊരു വ്യത്യാസം ഉണ്ടാകുവാൻ ഒരിക്കലും നാം അനുവദിക്കരുത്. അവളുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ആയിരുന്നു, ഉടമ്പടിയുടെ വിശ്വാസമായിരുന്നു. ഞാൻ 4 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനിടയായി. രാഹാബിനുണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് കറേജിയസ് ഫെയ്ത്ത് ആയിരുന്നു. രണ്ടാമത്, ഷീ ഹാഡ് എ കോൺഫിഡന്റ് ഫെയ്ത്ത്, വിശ്വാസത്തിന് ഉറപ്പുണ്ടായിരുന്നു. അവൾക്ക് പിന്നീട് ഉണ്ടായിരുന്ന കൺസേൺഡ് ഫെയ്ത്ത്, കരുതലുള്ള വിശ്വാസമായിരുന്നു, മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലുള്ള വിശ്വാസം. അവളുടെ ജീവിതത്തെ മാത്രമല്ല, മറ്റുള്ളവർക്കും യേശുവിനെ പ്രദാനം ചെയ്യണമെന്നുള്ള കരുതലുള്ള വിശ്വാസം. നാലാമതായി ഞാൻ പറഞ്ഞു, ഇതൊരു ഉടമ്പടിയുടെ വിശ്വാസമായി. ഈ ഉടമ്പടി നാം ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യരുത്. നമ്മ കർത്താവുമായിട്ടുള്ള ചെയ്ത ഉടമ്പടി എന്നുള്ളത് ഭൂലോകമെങ്ങും പോയി സകല സൃഷ്ടിയോട് ഈ സുവിശേഷം പ്രസംഗിക്കും, ഞാൻ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരോട് പറയും. അതാണ് നമ്മുടെ ഉടമ്പടി. ആമേൻ. അതാണ് നാം ചെയ്യേണ്ടത്. പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരിമാരെ, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ്? ധൈര്യമാർന്ന വിശ്വാസമാണോ? നമുക്ക് വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടോ? നമുക്ക് കരുതലുള്ള വിശ്വാസമാണോ? നമ്മുടെ ഉടമ്പടിയുള്ള വിശ്വാസമാണോ എന്ന് ഇന്ന് രാവിലെ സമയം നമ്മെ തന്നെ ശോധന ചെയ്യട്ടെ. ഇവിടെ നോക്കി, ഒരു കാര്യം കൂടെ എനിക്ക് പറയുവാനുണ്ട്. അവൾക്ക് ഈ തരത്തിലുള്ള വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ മക്കളായി കടന്നു വന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവൾ പറഞ്ഞു വിട്ടു. പ്രിയ സഹോദരിമാരെ, ദൈവാത്മാവ് ചില വ്യക്തികളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ചിലരെ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ ആത്മാവിൽ ശക്തിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. നിങ്ങളുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ അസ്ത്രം പോലെ പതിഞ്ഞ് അവരുടെ ക്ഷീണാവസ്ഥകൾ, ആത്മീയ ക്ഷീണാവസ്ഥകൾ മാറി അവർ വലിയ സൈന്യമായി എഴുന്നേറ്റ് നിൽക്കത്തക്ക വേണം. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങാൻ പോവുക. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഭൂതകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ദൈവീക പദ്ധതിക്ക് വേണ്ടി എന്നെ നിങ്ങളെ കർത്താവ്
കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂതകാലം ഒരിക്കലും നമ്മുടെ വർത്തമാനകാലത്തെ ദൈവിക പദ്ധതിക്ക് തടസ്സമല്ല എന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. Let us have this confident faith. Let us have this courageous faith. Let us have this concerned and covenant faith. ദൈവാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ അവസരത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബെൽ അവിടെ അടിച്ചു. താങ്ക് യു സോ മച്ച്.